നിനക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നില്ലേ? എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചീത്ത പറഞ്ഞപ്പോഴത്തേക്കും സോറി പറയണമെന്നാണോ നീ പറയുന്നത്? ഇങ്ങനെ പല പാരൻസും പറയും, നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? പൊതുവെ ഇന്ത്യയിൽ ഒരു കാഴ്ചപ്പാട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, പാരന്റിംഗ് എന്ന് പറയുന്നത് ഒരു കുട്ടി ഉണ്ടാവുന്നു, ആ കുട്ടിക്ക് വേണ്ട ഭക്ഷണം, വീട്, എഡ്യൂക്കേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പാരന്റിംഗ് ആയി എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഇതിന്റെ അപ്പുറമായിട്ട് പ്രോബ്ലം സോൾവിംഗ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. പലപ്പോഴും വീട്ടിൽ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പാരന്റ്സ് കുട്ടികളുടെ അടുത്ത് വളരെ റൂഡായിട്ട് സംസാരിച്ചതിന് ശേഷം ഒന്നും പറ്റാത്ത പോലെ, ഒന്നും സംഭവിക്കാത്ത ലാഘവത്തിൽ പിന്നെ അവരോട് സംസാരിക്കാൻ പോകും. അപ്പൊ ഈ സമയത്ത് കുട്ടികൾ ചിന്തിക്കും, ഇതിപ്പോ എന്താ ഇങ്ങനെ, നേരത്തെ ഇങ്ങനെയല്ലല്ലോ സംസാരിച്ചത്, വളരെ റൂഡായി സംസാരിച്ചിട്ട് ഒരു അപ്പോളജി പോലും ഇവർ പറയുന്നില്ലല്ലോ എന്നുള്ളത്. അവർക്ക് തന്നെ അവരെ ഇമോഷൻസിനെ ഡൗട്ട് ചെയ്യാൻ തുടങ്ങും. കാര്യങ്ങൾ ഇങ്ങനെയാണോ ശരിക്കും എന്നുള്ള കാര്യങ്ങളിൽ അവർക്ക് ഡൗട്ട് വരാൻ തുടങ്ങും. പാരന്റ്സ് സോറി പറയാത്തതിന്റെ റീസൺ ഉണ്ടായിരിക്കും. പലപ്പോഴും പാരന്റ്സ് എന്ന് പറയുന്നത് ഒരു അതോറിറ്റേറ്റീവ് ഫിഗർ ആയിട്ടാണ് കാണുന്നത്. അതായത് എപ്പോഴും ശരി പറയുന്നത്, നമ്മളെ ഗൈഡ് ചെയ്യുന്ന ആൾക്കാർ. അങ്ങനത്തെ ആൾക്കാർക്ക് തെറ്റ് പറ്റാൻ പാടുമോ? ഇപ്പൊ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ സോറി പറയാന്ന് പറഞ്ഞാൽ എന്തൊരു കുറച്ചിലായിട്ടാണ് അവർ കാണാറ്. അതുകൊണ്ടാണ് ആ സോറി പറയാത്തത്. പക്ഷേ ഈ സോറി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു കുട്ടീനെ അടിക്കുന്നതിനേയും കാട്ടും നമ്മൾ പറയുന്ന വാക്കുകളായിരിക്കും ഈ കുട്ടിയുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത്. ഒരു 10-20 വർഷം കഴിഞ്ഞാലും കുട്ടി പറയും, അന്ന് അമ്മ എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞില്ലേ, അല്ലെങ്കിൽ അച്ഛൻ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞില്ലേ എന്നുള്ള കാര്യങ്ങൾ അവർ പറയാറുണ്ട്. അത് അവർ ഒരിക്കലും മറക്കാത്തതുകൊണ്ട്, അത് ഉള്ളിൽ ഒരു മുറിവായി കിടക്കുന്നതുകൊണ്ടാണ്. പക്ഷെ നമ്മളുടെ ഈഗോ ഒന്ന് മാറ്റി വെച്ചിട്ട് അവരുടെ അടുത്ത് മോശമായിട്ട് സംസാരിച്ചു എന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ, ഐ എം സോറി എന്നുള്ളൊരു വാക്ക് അവരോട് പറയുകയാണെങ്കിൽ തന്നെ ഒരുപാട് അവർക്ക് ബെറ്റർ ആയി ഫീൽ ചെയ്യും. നേരത്തെ പറഞ്ഞ ഒരു മുറിവൊക്കെ ഹീൽ ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ മാജിക് വേർഡ് ആയിട്ടുള്ള സോറി എന്ന് പറയുന്നത്. അത് കൂടാതെ തന്നെ അവരുടെ ഫ്യൂച്ചറിൽ ഒരു ഇഷ്യൂ വരികയാണ്, ഒരു ഫാമിലി കോൺഫ്ലിക്റ്റ് വരികയാണെങ്കിൽ അത് എങ്ങനെ ഡീൽ ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളും കൂടിയാണ് നമ്മളവിടെ കാണിച്ചു കൊടുക്കുന്നത്. ആൻഡ് മോർ ഓവർ ഒരു ബെറ്റർ പേഴ്സണാലിറ്റിയും കൂടി അവർക്ക് ഉണ്ടാക്കി കൊടുക്കും.